നമ്മൾ 10ാം ക്ലാസ്സിലെ അവസാന ഭാഗത്തേക്കാണ് വരുന്നത്. അതായത് ഒന്നാമത്തെ ചാപ്റ്റർ സീസൺസ് ആൻഡ് ടൈം എന്ന് പറയുന്ന ഋതുഭേദങ്ങളും സമയവും എന്ന ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്കാണ് നമ്മളിവിടെ വരുന്നത്. ഇതാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതിൽ നമ്മളിപ്പോൾ അടുത്ത പറയാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈം. എന്താണ് സ്റ്റാൻഡേർഡ് സമയം എന്നറിയപ്പെടുന്നത്? ഒരു ഡെഫിനേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ടെക്സ്റ്റിൽ പേജ് നമ്പർ 15ാമത്തെ പേജിൽ ഒരു ഡിസ്ക്രിപ്ഷൻ കിടക്കുന്നുണ്ട്. അതിലാദ്യം നമ്മൾ പറയുന്നത് ദ ലോക്കൽ ടൈം വുഡ് ബി ഡിഫറെൻ്റ് അറ്റ് ഈച്ച് ലോഞ്ചിറ്റ്യൂഡ്. വാട്ട് ഈസ് ലോക്കൽ ടൈം? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്താണ് പ്രാദേശിക സമയം അല്ലെങ്കിൽ ലോക്കൽ ടൈം എന്താണെന്ന് പഠിച്ചതാണ്. ദ ടൈം ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് ഈച്ച് പ്ലേസ് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ സൺ. ഇറ്റ് ഈസ് ടൈംഡ് ആസ് ലോക്കൽ ടൈം. നമ്മൾ നേരത്തെ പഠിച്ചതാണത്. ടൈം ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് ഈച്ച് പ്ലേസ്. ഓരോ സമയത്തെയും ഓരോ സമയത്തെയും സമയം നമ്മൾ കണ്ടുപിടിക്കുന്നത് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ സൺ. സൂര്യൻ്റെ സ്ഥാനം നോക്കിയാണ് പണ്ട് കാലത്ത് സമയം നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്. ഈസ് ടൈംഡ് ആസ് ലോക്കൽ ടൈം. അതിനെ പറയുന്ന പേരാണ് ലോക്കൽ ടൈം അല്ലെങ്കിൽ പ്രാദേശിക സമയം എന്നറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈം. എന്താണ് സ്റ്റാൻഡേർഡ് സമയം? ഇതിലാദ്യം വരുന്ന വാക്കാണ് ലോക്കൽ ടൈം. ആണ് ഞാൻ ലോക്കൽ ടൈം എന്താണെന്ന് പറഞ്ഞു. ദ ലോക്കൽ ടൈം വുഡ് ബി ഡിഫറെൻറ്റ് അറ്റ് ഈച്ച് ലോഞ്ചിറ്റ്യൂഡ്. നമ്മൾ ഓരോ സ്ഥലത്തെയും സമയം വ്യത്യസ്തമായിരുന്നാൽ എന്ത് എന്ന് പറയുന്നത്. ദ ലോക്കൽ ടൈം ഡിഫറെൻറ്റ് പ്ലേസസ് ബേസ്ഡ് ഓൺ ദ ലോഞ്ചിറ്റ്യൂഡ് ദെയർ വുഡ് ബി ക്രിയേറ്റ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. പല സ്ഥലങ്ങളിൽ പല സമയങ്ങളായിരുന്നാൽ നമുക്ക് പലതരത്തിലുള്ള കൺഫ്യൂഷൻ, ലോട്ട് ഓഫ് കൺഫ്യൂഷൻ ക്രിയേറ്റഡ്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് പറയുന്നു. ഓരോ സ്ഥലത്ത് ഓരോ സമയമായിരുന്നു. എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ, ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കൺഫ്യൂഷൻ അവിടെ ഉണ്ടാകുമെന്ന് പറയുന്നു. ടു സോൾവ് ദിസ്, ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി, ടു സോൾവ് ദിസ് ടൈം അറ്റ് ഈച്ച് ലോഞ്ചിറ്റ്യൂഡ് ദാറ്റ് വുഡ് പാസ് ത്രൂ ദ മിഡിൽ ഓഫ് എ കൺട്രി ഈസ് സെലക്റ്റഡ് ആസ് ദ കോമൺ ടൈം ഫോർ ഓൾ കൺട്രി. ഓരോ രാജ്യത്തെയും ആ രാജ്യത്തിൻ്റെ മിഡിലൂടെ പോകുന്ന, നടുക്കൂടെ പോകുന്ന ഒരു രേഖയെ നമ്മൾ കൺസിഡർ ചെയ്ത് അതിനെ നമ്മൾ ഒരു ലോക്കൽ ടൈമായിട്ട് പറയുന്നു. ഒരു പ്രാദേശിക സമയം ലോഞ്ചിറ്റ്യൂഡ് കടന്നു പോകുന്നുവെന്നും ആ ലോഞ്ചിറ്റ്യൂഡിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മളൊരു പ്രാദേശിക സമയം കണക്കാക്കി വച്ചിരിക്കുന്നത് എന്നും പറയുന്നു. തേർഡ് സെൻസ് ഒന്നുകൂടി പറയാം. ദ ലോക്കൽ ടൈം അറ്റ് ദ ലോഞ്ചിറ്റ്യൂഡ് ദാറ്റ് പാസസ് ത്രൂ ദ മിഡിൽ ഓഫ് എ കൺട്രി. ഓരോ രാജ്യവും ആ രാജ്യത്തിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു രേഖയെ ഈ സെലക്ട് ചെയ്യും, തിരഞ്ഞെടുക്കുന്നു. കോമൺ ടൈം ഫോർ ദ ഹോൾ കൺട്രി. ആ രാജ്യത്തിൻ്റെ മുഴുവൻ സമയമായിട്ട് കൺസിഡർ ചെയ്യുന്നു. ആ രാജ്യത്തെ മുഴുവൻ സമയമായിട്ട് പരിഗണിക്കുകയാണ് ചെയ്യുന്നത്. ഈച്ച് കൺട്രി ഇൻ ദ വേൾഡ്, നമ്മുടെ രാജ്യത്തെ ലോകത്തിലെ ഓരോ സ്ഥലവും രാജ്യവും കൺസിഡർ അറ്റ് ദ ലോഞ്ചിറ്റ്യൂഡ് ദാറ്റ് പാസസ് ഓൾമോസ്റ്റ് ത്രൂ ഇറ്റ്സ് മിഡിൽ ആസ് ദ സ്റ്റാൻഡേർഡ് മെറീഡിയൻ. ഓരോ രാജ്യവും ആ രാജ്യത്തിൻ്റെ മധ്യത്തുകൂടി കടന്നു പോകുന്ന ഒരു ലൈൻ, ഒരു രേഖയെ കൺസിഡർ ചെയ്ത് അതിനെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്ന പേരിൽ അതിനെ അറിയപ്പെടുകയും ചെയ്യുന്നത്. ഇത്രയുമാണ് അവിടെ വരുന്നത്. ഇതിനെയാണ് സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് വരുന്നു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ എക്സാമിനും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ദ 82.5 degree ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് which passes almost through the middle of the longitude has been fixed as a standard meridian of India. ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന 82.5 degree ഈസ്റ്റ്, 82.5 degree ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം. 82.5 degree ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ഈസ് ഓൾമോസ്റ്റ് passes through the middle of the country is selected as the standard meridian of India, അല്ലെങ്കിൽ standard time of India. 82.5 degree east longitude. അടുത്തൊരു ഭാഗത്തേക്ക് വരുന്നു. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. എന്താണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 16ാമത്തെ പേജിൽ ഒരു ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു ബോക്സ് കിടക്കുന്നുണ്ട്. ആ ബോക്സ് ഒന്ന് നോക്കുക. ടൈം അറ്റ് ഗ്രീൻവിച്ച് ഉണ്ട്. ഫ്രൈഡേ 10 AM, അതായത് നമ്മുടെ ഗ്രീൻവിച്ച് സമയം ഫ്രൈഡേ 10 AM എന്ന് തന്നിരിക്കുന്നു. 0 ഡിഗ്രിയാണ് ഗ്രീൻവിച്ച്. ആ ഗ്രീൻവിച്ചിലെ സമയമെന്ന് പറയുന്നത് രാവിലെ 10 AM എന്ന് തന്നിരിക്കുന്നു. എങ്കിൽ വെസ്റ്റും ഈസ്റ്റ് ഭാഗത്തെയും
സമയം എത്രയെന്നാണ് കണ്ടുപിടിക്കാനാണ് ആ ബോക്സ് തന്നിരിക്കുന്നത്. ഒരു കാര്യം ആലോചിക്കുക, ഈസ്റ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ഓരോ 1 hour വെച്ച് കൂടി പോകുന്നു. വെസ്റ്റിലേക്ക് വരുന്നതിനനുസരിച്ച് ഓരോ 1 hour വെച്ച് സമയം പിറകിലേക്ക് വരുന്നു, കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. അതിന് പ്രകാരം ലോഞ്ചിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഇൻ്റർവെൽ എന്ന് പറയുന്നത് 15 ഡിഗ്രി ഇൻ്റർവെൽ. ഇവർ തമ്മിലുള്ള ഇടവേളകളെന്ന് പറയുന്നത് 15 ഡിഗ്രിയാണ് ഇടവേളകളെന്ന് പറയുന്നത്. ആ ടെക്സ്റ്റിലെ ബോക്സിലുണ്ട് 15 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 75 ഡിഗ്രി, 90 ഡിഗ്രി, ഇങ്ങനെ 15 ഡിഗ്രി ഇൻ്റർവെൽസ് 15 ഡിഗ്രി ഇടവേളകൾ തന്നിട്ടുണ്ട്. അത് വെസ്റ്റ് ഭാഗത്തുമുണ്ട്, ഈസ്റ്റ് ഭാഗത്തും 15 ഡിഗ്രിയുടെ ഇടവേളകളോടെ തന്നിട്ടുണ്ട്. ഈസ്റ്റിലേക്ക് പോകുമ്പോൾ 1 hour വെച്ച് ഇൻക്രീസിങ് ആണ് 15 ഡിഗ്രി. അവിടെ ഡേ തന്നിട്ടുണ്ട്, ഡേ ഫ്രൈഡേ ആണ് തന്നിരിക്കുന്നത്. ടൈം നമ്മൾ ആദ്യം ഈസ്റ്റ് നോക്കാം. ഈസ്റ്റിലേക്ക് 1 hour വെച്ച് ഇൻക്രീസിങ് ആണ്, കൂടി പോവുകയാണ് ചെയ്യുന്നത്. ഇൻ്റർവെല്ലിൽ 15 ഡിഗ്രി, ടൈം ഡിഫറൻസ് 1 hour. അതിന് പ്രകാരം ഫ്രൈഡേ തന്നിട്ടുണ്ട് 15 ഡിഗ്രി ഫ്രൈഡേ തന്നിട്ടുണ്ട്. 11 AM രാവിലെ 11 മണി തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 13 ഡിഗ്രി ആകുമ്പോൾ ഫ്രൈഡേ തന്നെയാണ്. ഉച്ചയ്ക്ക് 12 മണി. കൂടിയാണ് പോകുന്നത്. ഓരോ മണിക്കൂർ വെച്ച് കൂടിയാണ് പോകുന്നത്. 45 ഡിഗ്രി, 60 ഡിഗ്രി ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് ഫ്രൈഡേ തന്നെയാണ് വരുന്നത്. ഓരോ മണിക്കൂർ കൂടി വരുന്നു. 11 മണി, 12 മണി, ഉച്ചയ്ക്ക് 1 മണി, 2 മണി, 3 മണി, 4 മണി, 5 മണി ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അവസാനം 10 മണി വരെ വരുന്നു. 10 PM എന്നതിലാണ് രാത്രി 10 PM എന്നതിൽ അവിടെ വന്ന് നിൽക്കുന്നു. 180 ഡിഗ്രി ആകുമ്പോൾ രാത്രി 10 PM എന്ന് നമുക്ക് ഇവിടെ കിട്ടുന്നു. ആ ബോക്സ് ഫില്ല് ചെയ്താൽ നമുക്ക് അറിയാൻ കഴിയും. ഇനി അടുത്ത വെസ്റ്റ് ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടൈം ഡിഫറൻസ് 180 ആണ്. ടൈം ഡിഫറൻസ് 15 ഡിഗ്രി ഇൻ്റർവെല്ലാണ്. ടൈം ഡിഫറൻസ് 1 hour. ഓരോ മണിക്കൂറാണ് ഇടവേളകളെന്ന് പറയുന്നത്. 15 ഡിഗ്രി തന്നിട്ടുണ്ട്. അവിടെ ഫ്രൈഡേ ആണെന്ന് തന്നിട്ടുണ്ട്. രാവിലെ 9 AM രാവിലെ 9 മണിയാണെന്ന് തന്നിട്ടുണ്ട്. അതിന് പ്രകാരം 45 ഡിഗ്രിയാണ് നമ്മളവിടെ കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത്. ദിവസം ഫ്രൈഡേ തന്നെയാണ്. അടുത്ത സമയത്തിലേക്ക് വരുമ്പോൾ ഓരോ 1 hour വെച്ച് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്, പിറകിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഓരോ മണിക്കൂർ വെച്ച്. 7 മണി, 6 മണി, 5 മണി, 4 മണി, 3 മണി ഇങ്ങനെ അവസാനം 180 ഡിഗ്രിയിലേക്ക് വരുമ്പോൾ 10 PM എന്ന് നമുക്ക് അവിടെ കിട്ടുന്നത്. രാത്രി 10 മണി എന്ന് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ബോക്സ് വരുന്നത്. ആ ബോക്സ് ഫില്ലപ്പ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുന്നു. എന്താണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ, അല്ലെങ്കിൽ എന്താണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന പേരിൽ അറിയപ്പെടുന്നത്? 180 ഡിഗ്രിയാണ് നമ്മൾ പറയുന്നത്. 180 ഡിഗ്രി 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ പറയുന്ന പേരാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു ഡെഫിനിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദർ ഈസ് എ ഡിഫറൻസ് ഓഫ് 24 hours അറ്റ് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ടു ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് ഗ്രീൻവിച്ച്. 180 ഡിഗ്രി ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൻ്റെ ഈസ്റ്റ് ഭാഗത്തും വെസ്റ്റ് ഭാഗത്തും 24 മണിക്കൂറിൻ്റെ ഡിഫറൻസ്, ടൈം ഡിഫറൻസ്. ഒരു ദിവസം 24 മണിക്കൂർ എന്ന് പറയാം. ഒരു ദിവസത്തിൻ്റെ വ്യത്യാസം ഇരുവശങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ഈസ്റ്റ് ഭാഗത്തും വെസ്റ്റ് ഭാഗത്തും ഓരോ മണിക്കൂറിൻ്റെ ടൈം ഡിഫറൻസ് അവിടെ ഉണ്ടാകുന്നു. ഈ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് പാസസ് ത്രൂ എ കൺട്രി. 180 ഡിഗ്രി രേഖ ഒരു രാജ്യത്തുകൂടി കടന്നു പോവുകയാണ് എങ്കിൽ പ്ലേസ് സിറ്റുവേറ്റഡ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് ദിസ് ഇറ്റ് വുഡ് ഹാവ് 2 ഡിഫറെൻറ്റ് ഡേയ്സ്. 2 വ്യത്യസ്ത ദിവസങ്ങൾ നമുക്കവിടെ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഒരു ദിവസം കൂടുതലോ ഒരു ദിവസം കുറവോ നമുക്കവിടെ ഉണ്ടാകാമെന്ന് പറയുന്നു. പേജ് നമ്പർ 17-ാമത്തെ പേജ്, ടെക്സ്റ്റ് ബുക്കിലെ 17-ാമത്തെ പേജ് എടുക്കുക. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുകയാണ്. ഈ വ്യത്യാസമുണ്ടാകുന്നു. ഈ നമുക്ക് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി, ഇത് വ്യത്യാസം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി certain necessary adjustments have been affected in the line with result that does not pass through the corresponding land area. ഈ ഒരു ടൈം ഡിഫറൻസ്, ഈ ഒരു സമയ വ്യത്യാസം ഉള്ളത് കൊണ്ട് ഈ 180 ഡിഗ്രി 180 ഡിഗ്രി എന്ന് പറയുന്ന ഈ ഇമാജിനറി ലൈൻ ദാറ്റ് ഡു നോട്ട് പാസ് ത്രൂ ദ ലാൻഡ് ഏരിയാസ്, ലാൻഡ് ഏരിയയിലൂടെ കടന്ന് പോകുന്നു. ഡസ് നോട്ട് പാസ് ത്രൂ ദ ലാൻഡ് ഏരിയാസ്, ഈ ലൈൻ ലാൻഡ് ഏരിയയിലൂടെ കടന്ന് പോകുന്നില്ല. The line in such a way that it passes through the Bering Strait in Pacific Ocean. ഈ ലൈൻ കടന്നു പോകുന്നത് കടലിലൂടെ മാത്രമാണ് കടന്നു പോകുന്നത്. ലാൻഡ് ഏരിയ അവോയ്ഡ് ചെയ്തിട്ട് പസഫിക് ഓഷ്യനിലൂടെയും അവോയ്ഡ് സം ഓഫ് ദ ഇൻഹബിറ്റഡ് ഐലൻഡ്സിലൂടെയും ഒക്കെയാണ് കടന്നു പോകുന്നതെന്ന് പറയുന്നു. ഓഷൻ ആൻഡ് അവോയ്ഡ് സം ഓഫ് ദ ഇൻഹബിറ്റഡ്, അവോയ്ഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇൻഹബിറ്റഡ് ഏരിയാസ് അവോയ്ഡ് ചെയ്യുകയും പിന്നെ പസഫിക് ഓഷൻ ലാൻഡ് ഏരിയ ഒഴിവാക്കിയിട്ട്
ഓഷ്യനിലൂടെയൊക്കെയാണ് ഈ ലൈൻ കടന്നു പോകുന്നത് എന്ന് പറയുന്നു. ദ ട്രാവലേഴ്സ് ഹു ക്രോസ് ദിസ് ലൈൻ, ഇതിലൂടെ പോകുന്ന സഞ്ചാരികൾ ട്രാവലേഴ്സിന് ഫ്രം ദ ഈസ്റ്റിലേക്ക് പോകുന്നവരാണ് എങ്കിൽ കാൽക്കുലേറ്റ് ദ ടൈം ബൈ അഡ്വാൻസിങ് ബൈ 1 day. അവർ അഡ്വാൻസ് ചെയ്യുന്നു, ഒരു ഡേ കൂടി മുന്നിലേക്ക് കൂട്ടുന്നു. അഡ്വാൻസിങ് ബൈ 1 day. ഈസ്റ്റിലേക്ക് പോകുന്നവരാണെങ്കിൽ അഡ്വാൻസിങ് ബൈ 1 day. ആൻഡ് ദോസ് ഹു ക്രോസ് ദ ലൈൻ ഫ്രം ദ വെസ്റ്റ് ഡിഡക്റ്റ് 1 day. വെസ്റ്റിലേക്ക് പോകുന്നവരാണ് എങ്കിൽ, പടിഞ്ഞാറേക്ക് പോകുന്നവരാണ്, വെസ്റ്റിലേക്ക് പോകുന്നവരാണ് എങ്കിൽ ഡിഡക്റ്റ് ബൈ 1 day. ഒരു ദിവസം അവർ പിറകിലേക്ക് കൂട്ടുകയാണ് ചെയ്യുന്നത്, മീൻസ് കുറയ്ക്കുക. അഡ്വാൻസിങ് 1 day ആൻഡ് ഡിഡക്റ്റ് 1 day. ദിസ് ഇമാജിൻ ലൈൻ ഈസ് ആൽസോ, ഈ ഒരു സാങ്കല്പിക രേഖയെ പറയുന്ന പേരാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ അവസാനത്തെ ഒരു ഭാഗത്തേക്ക് വരികയാണ്. കാൽക്കുലേറ്റ് ദ ടൈം, സമയം കണ്ടുപിടിക്കുന്ന രീതിയിലേക്ക് വരികയാണ്. ഇതിന് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 17, 17ാമത്തെ പേജിൽ ഒരു ചോദ്യം കിടക്കുന്നുണ്ട്. നമ്മൾ ആ ചോദ്യത്തിലേക്കാണ് വരാൻ പോകുന്നത്. വാട്ട് വിൽ ബി ദ ടൈം ഇൻ ഇന്ത്യ വെൻ ഇറ്റ് ഈസ് 12 noon അറ്റ് ഗ്രീൻവിച്ച്? ഗ്രീൻവിച്ചിൽ 12 മണി ആയിരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ സമയം എത്ര? അതായത് 0 ഡിഗ്രി എന്ന് പറയുന്നത് 12 noon ആണ്. 0 ഡിഗ്രി എന്ന് പറയുന്നത് ഗ്രീൻവിച്ചിൽ 12 noon, ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ സമയം 82.5 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റ്. ആ ഇന്ത്യയിൽ സമയം എത്രയായിരിക്കുമെന്നാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ ലോഞ്ചിറ്റ്യൂഡൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഗ്രീൻവിച്ച്. ഇന്ത്യയും ഗ്രീൻവിച്ച് സമയവും തമ്മിലുള്ള ലോഞ്ചിറ്റ്യൂഡൽ ഡിഫറൻസ്, അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 82.5 82.5 ഡിഗ്രി 82 ഡിഗ്രി ആൻഡ് 30 minutes 82.5 ഡിഗ്രിയാണ് ഇവർ തമ്മിലുള്ള സമയ വ്യത്യാസം എന്ന് പറയുന്നത്. ടൈം ഡിഫറൻസ് ഫോർ 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡുകൾ തമ്മിലുള്ള സമയ വ്യത്യാസം എന്ന് പറയുന്നത് 1 hour ആണ്. ഓരോ മണിക്കൂറാണ് 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡുകൾ തമ്മിലുള്ള സമയ വ്യത്യാസം എന്ന് പറയുന്നത്. ദ ടൈം ഡിഫറൻസ് ഫോർ 82 ഡിഗ്രി ആൻഡ് 30 ലോഞ്ചിറ്റ്യൂഡ് ഈക്വൽ ടു 5 hours 30 minutes. 82.5 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 5.5 മണിക്കൂർ വ്യത്യാസം ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു. ദാറ്റ് മീൻസ് 5 hours 30 minutes. 5 മണിക്കൂറും 30 മിനിറ്റിൻ്റെ വ്യത്യാസമാണ് ഈ ഇവർ തമ്മിലുള്ളത്. അതായത് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ്, അതായത് ഗ്രീൻവിച്ച് ടൈമും ഇന്ത്യയുടെ സമയവും തമ്മിൽ 5.5 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് എന്നും പറയുന്നു. ടൈം ഇൻ ഇന്ത്യയുടെ സമയം എന്ന് പറയുന്നത് ടൈം അറ്റ് ഗ്രീൻവിച്ച് പ്ലസ് ഗ്രീൻവിച്ചിലെ സമയവും പ്ലസ് ടൈം ഡിഫറൻസ്. ഗ്രീൻവിച്ചിലെ സമയം നമ്മളിപ്പോൾ അറിയാം 12 noon 12 മണിയാണ്, ഉച്ചയ്ക്ക് 12 മണിയാണ്, പ്ലസ് 5 hours 30 minutes 5 മണിക്കൂറും 30 മിനിറ്റുകളും. അങ്ങനെ നമുക്ക് എത്രയെന്ന് കിട്ടുന്നു? 5:30 PM എന്നവിടെ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അതിന് മുന്നേ ഞാൻ പറയുന്നുണ്ട്, ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഗ്രീൻവിച്ച്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ടൈം ഇൻ ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗത്താണെന്ന് പറയും. 5 hours 30 minutes എഹെഡ് ഓഫ് ഗ്രീൻവിച്ച്. അതായത് നമ്മൾ പഠിച്ചു വച്ചേക്കുക, ഇന്ത്യ എന്ന് പറയുന്നത് ഗ്രീൻവിച്ചിൻ്റെ ഈസ്റ്റ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഇവർ തമ്മിലുള്ള സമയ വ്യത്യാസം എന്ന് പറയുന്നത് 5 hours 30 minutes. നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. ഇവർ നമ്മുടെ സമയ വ്യത്യാസം, ഇന്ത്യ ഈസ്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഗ്രീൻവിച്ചും ഇന്ത്യയും തമ്മിലുള്ള സമയ വ്യത്യാസം എന്ന് പറയുന്നത് 5.5 മണിക്കൂറിൻ്റെ വ്യത്യാസം അവിടെ ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണ് നമുക്ക് ഗ്രീൻവിച്ച് പ്ലസ് ടൈം ഡിഫറൻസ്, അങ്ങനെയാണ് 12 noon പ്ലസ് 5 hours 30 minutes, അങ്ങനെ 5:30 PM എന്നിവിടെ ആൻസർ കിട്ടുന്നത്. ഇത്രയുമാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മളിവിടെ ചാപ്റ്ററുടെ തീരുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു പ്രോബ്ലം കൂടിയുണ്ട്. ടെക്സ്റ്റിൽ ആ പ്രോബ്ലം ഒന്ന് വർക്ക് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററുടെ തീരുന്നു. കാൽക്കുലേറ്റിംഗ് ടൈം ഒന്നുകൂടി നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് നോക്കുക.